സ്വീകരിക്കും. പകരം എനിക്കെതിരെ തെറിവിളിക്കാൻ നടക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്, എന്നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചോളൂ, മതപരമായി ആക്രമിച്ചോളൂ, ഇതൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യം. തീവ്രവാദികൾ, ഞാനിത് ഒരുപാട് പ്രാവശ്യം നീ റിപ്പീറ്റ് ചെയ്തതുകൊണ്ടും ഇതിനകത്ത് നീ ഉമ്മ എന്ന പദം ഉപയോഗിച്ചത് കൊണ്ട്, അതായത് ഉമ്മമാരെ നീ പറയുന്നത്, അതായത് ഒരു കമ്മ്യൂണിറ്റിയാണ് നീ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എടാ, ഈ തീവ്രവാദികളെന്ന് നീ വിളിക്കുന്ന, നിനക്ക് താഴെ കമന്റ് ഇട്ട മുസ്ലിം വിശ്വാസികൾ അല്ലെങ്കിൽ ആ മുസ്ലിം നാമധാരികളെ നീ തീവ്രവാദികളെന്ന് വിളിക്കുമ്പം നിനക്കത് വിളിക്കാനുള്ള യോഗ്യത എന്താടാ? നീ എന്തടിസ്ഥാനത്തിലാണ് അവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത്? നീ ഒരു രാജ്യദ്രോഹിയല്ലേ? നിന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുകയല്ലേ? ആ കേസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യല്ലേ? നീ ഒരു രാജ്യദ്രോഹിയല്ലേ? നീ കുറ്റവിമുക്തനാണെന്ന് അവിടുന്ന് തെളിഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും വന്നോ? ഇനി വന്നാൽ പോലും അങ്ങനെ ഒരു സാധനമില്ലെങ്കിൽ കേസെടുത്ത് നിന്നെ പിടിച്ച് അകത്താക്കുന്ന തക്കത്തിൽ അങ്ങനെ ഒരു സംഗതി വരുമോ? നീ ഒളിച്ചു നടന്ന് ജാമ്യം എടുക്കുകയല്ലേ ചെയ്തത്? അതും ന്യൂസ് ആയതല്ലേ? നീ ഒരു പരമകള്ളനല്ലേ? എന്തിനാടാ ഇങ്ങനെ കിടന്ന് ഉഴപ്പിത്തള്ളി, എന്തിനാണ് ഈ വള്ളിക്കെട്ട് പിടിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. നിനക്ക് ആരാണ് തീവ്രവാദി, ആരാണ് മനുഷ്യരെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിനക്ക് കമന്റ് ഇട്ട് മുസ്ലിം ആണെങ്കിൽ ഉടനെ അവർ തീവ്രവാദിയാവോ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതേ സാധനം തിരിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? രാജ്യദ്രോഹികളാണ് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നീ രാജ്യദ്രോഹിയാണ്. നിന്റെ കമ്മ്യൂണിറ്റി പോട്ടെ, നീ ഹിന്ദുക്കളെ മൊത്തം പറയണ്ട, മാരാക്കന്മാരെല്ലാം ഇതാണെന്ന് പറഞ്ഞല്ലോ, നീ മാരാരാണല്ലോ. ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും തന്നെ രാജ്യദ്രോഹികളാണെന്ന് ഞങ്ങൾ പറഞ്ഞാലും നിനക്ക് ആ കേസുള്ളത് കൊണ്ടാണ്. ഒരാള് അങ്ങനെ ഒരു കേസിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ മൊത്തം സമുദായത്തിന് അങ്ങനെ പറയുമോ? ആ സമുദായത്തിലുള്ള എല്ലാ മനുഷ്യരും നീ അങ്ങനെ അവഹേളിക്കുമോ? അതെന്ത് നാക്കാണടാ? സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല, ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോന്നല്ല നീ ഈ വൃത്തികേട് ഒരു സമുദായത്തിനെ നോക്കി പറയുന്നത്. അവര് തുലവും തുച്ഛ ന്യൂനപക്ഷമായതുകൊണ്ടല്ല അവരെ തലയിൽ കയറി നിരങ്ങുന്നത്. അവരാണ് ഭൂരിപക്ഷം. നിന്റെ നാക്ക് പൊങ്ങുമോ ഇങ്ങനെ വർത്തമാനം പറയാനെ കൊണ്ട്? രാജ്യദ്രോഹ കുറ്റത്തിന് നിനക്ക് ഇത് വന്നതാണ്, എന്നിട്ട് നീ ജാമ്യം എടുത്ത വ്യക്തിയാണ്. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ പറയാനുള്ളത്? നിന്റെ മക്കൾ എന്തായാലും അഭിമാനിക്കണം. ഭയങ്കര യോഗ്യതയാണ്, ആരും ഇത് പറയുന്നില്ല. പിന്നെ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അകത്തേക്ക് പോകണമെങ്കിൽ മിനിമം ക്വാളിറ്റി ഇതാണ്, രാജ്യദ്രോഹപരമായ ചിന്താധാര തലയിലുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് BJP പെട്ടെന്ന് അക്സെപ്റ്റൻസ് തരും. മറിച്ച് ലക്ഷ്മി പല ഇന്റർവ്യൂകളും ബിഗ് ബോസിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇവിടും തമ്മിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ എന്റെ അറിവിലോ എന്റെ കാഴ്ചയിലോ ഒരു പക്ഷേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. മക്കളെടുത്ത് ചോദിച്ചാൽ അവര് പറയും എപ്പോഴെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹിച്ചും ഇതൊക്കെ കഴിയുന്ന നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എന്തും സഹിച്ച് ഇപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തർ